നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം മാത്രമാണോ യാഥാർത്ഥ്യം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു നിങ്ങളുള്ള ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ. ഇതിനെയാണ് പാരലൽ യൂണിവേഴ്സ് അഥവാ മൾട്ടിവേഴ്സ് എന്ന ആശയം എന്ന് പറയുന്നത്. ഈ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ചിന്താ പരീക്ഷണമാണ് ഷ്രോഡിംഗേഴ്സ് കാറ്റ്. ഒരു പെട്ടിക്കുള്ളിൽ ഒരു പൂച്ചയുണ്ടെന്ന് കരുതുക. ആ പെട്ടി പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അതിനകത്ത് പുറത്തുനിന്ന് ഒന്നും കാണാനോ അറിയാനോ കഴിയില്ല. ആ പെട്ടിക്കുള്ളിൽ ഒരു പ്രത്യേക സംവിധാനം കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഒരു അണുവിൻ്റെ അസ്ഥിരതയെ ആശ്രയിച്ചുള്ള ഒരു ഉപകരണം. ആ അണു വിഘടിച്ചാൽ ഒരു സെൻസർ പ്രവർത്തിച്ച് വിഷവാതകം പുറത്തുവിടും. അതോടെ പൂച്ച മരിക്കും. എന്നാൽ അണു വിഘടിക്കാത്ത പക്ഷം ആ സംവിധാനം പ്രവർത്തിക്കില്ല. പൂച്ച ജീവിച്ചിരിക്കും. ഇവിടെ പ്രധാനമായ കാര്യം എന്തെന്നാൽ പെട്ടി തുറന്ന് പരിശോധിക്കുന്നവരെ ആ അണു വിഘടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. അതിനാൽ പൂച്ചയുടെ അവസ്ഥയും നമുക്ക് നേരിട്ടറിയാൻ കഴിയില്ല. അത് ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ മരിച്ചിരിക്കാം. ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിലെ ഒരാശയപ്രകാരം അങ്ങനെ നിരീക്ഷണം നടക്കുന്നവരെ ഈ അവസ്ഥയെ മറ്റൊരു ഫലമായി കരുതാതെ രണ്ട് സാധ്യതകളും ഒരേ സമയം നിലനിൽക്കുന്നു എന്ന് കണക്കാക്കുന്നു. അതായത് പൂച്ച ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലും മരിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലും ഒരേ സമയം നിലനിൽക്കുന്നു എന്ന പോലെ. അതാണ് സൂപ്പർപൊസിഷൻ എന്ന ആശയം. പക്ഷേ നാം പെട്ടി തുറന്ന് നോക്കുന്ന നിമിഷം തന്നെ ഈ അനിശ്ചിതാവസ്ഥ അവസാനിക്കുന്നു. ഒരു ഫലം മാത്രം യാഥാർത്ഥ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇവിടെ നിന്നാണ് ഒരു വിചിത്രമായ ചോദ്യം ഉയരുന്നത്. ഓരോ സാധ്യതയും യാഥാർത്ഥ്യമാകുന്ന വ്യത്യസ്ത ലോകങ്ങൾ ഉണ്ടാകുമോ? ഒരു ലോകത്ത് പൂച്ച ജീവിച്ചിരിക്കാം, മറ്റൊരു ലോകത്ത് അത് മരിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ തീരുമാനവും, ഇന്നെടുത്ത ഒരു വഴിയോ പറഞ്ഞൊരു വാക്കോ മറ്റൊരു ലോകത്തിൽ പൂർണ്ണമായും വ്യത്യസ്തമായൊരു ജീവിതകഥ സൃഷ്ടിച്ചിരിക്കാം. ഒരു ലോകത്ത് നിങ്ങൾ മറ്റൊരു കരിയർ തിരഞ്ഞെടുത്തിരിക്കാം, മറ്റൊരു ലോകത്ത് നിങ്ങൾ മറ്റൊരു നഗരത്തിൽ ജീവിച്ചിരിക്കാം. ഇതുപോലെ അനന്തമായ നിങ്ങൾ വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളിൽ നിലനിൽക്കുന്നു എന്നൊരു സങ്കല്പം അത്യന്തം വിചിത്രവും ആകർഷകവുമാണ്. പക്ഷേ ഓർക്കണം, പാരലൽ യൂണിവേഴ്സ് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. ഇത് ഇപ്പോഴും സിദ്ധാന്തപരമായ ഭൗതികശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും പരിധിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിൽ മറ്റൊരു നിങ്ങളുണ്ടോ? കമൻറ്റിൽ പറയൂ. കൂടുതൽ ശാസ്ത്ര വീഡിയോകൾക്കായി സയൻസ് ഫോർ ഡയമെൻഷൻ ഫോളോ ചെയ്യൂ.